അല്ല ഗൈസ്, കുഞ്ഞാനാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ഒന്ന് പോയിരുന്നു. നമ്മൾ പെണ്ണുങ്ങൾ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുക. അപ്പോൾ ആ കോഴിക്കോട് പോകുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല രസമുള്ള വീഡിയോ കേട്ടോ, വേണമെങ്കിൽ കണ്ടോളി, ഫുള്ളായിട്ട് കണ്ടോളി. എല്ലാത്തെയും ആദ്യം വീഡിയോ നോക്കണേ. എൻ്റെ പെണ്ണുങ്ങൾ ആദ്യമായിട്ട് ട്രെയിൻ കണ്ടിട്ട് മണ്ടണമൊക്കെ നിങ്ങളൊന്ന് കാണി. ഓക്കെ. അപ്പം അങ്ങനെ ട്രെയിനും കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലാട്ടോ ഞങ്ങൾ. പട്ടാമ്പിയിലേക്ക് പോയത് കാറില്ല. അപ്പം അങ്ങനെ ട്രെയിൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ട്രെയിൻ 1 മണിക്കൂർ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് എന്തായാലും. ട്രെയിൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞങ്ങൾ. അപ്പോൾ ഇടയ്ക്ക് ഓരോ സെൽഫിയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ റെഡിയായി സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പെണ്ണുങ്ങളൊക്കെ നല്ല ഫോമിലാണ്. കണ്ടില്ല നിങ്ങൾ ഒക്കെ തന്നെ സെറ്റായിട്ട് നിൽക്കണു പോരാൻ. ഉണ്ടോ? എല്ലാവരും ഇങ്ങനെ പട്ടായ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് മിനിങ്ങി നിൽക്കുക. എല്ലാവരും ഉണ്ട് എന്തായാലും. ഫോട്ടോ എടുക്കാൻ പിന്നെ ഉസാറാണ് ചെയ്ത് നമ്മളെപ്പേട്ടോ. വേണ്ട കുട്ടികളെ കണ്ണാടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മൊഞ്ചായിട്ട് നിൽക്കണു. അപ്പോൾ അത് നമുക്കുള്ള ട്രെയിനാണ് ആ വരുന്നത്. കണ്ടില്ല നിങ്ങൾ? ഇതിലാണ് ഇപ്പം ഞാൻ കയറി കൂടേണ്ടത്. അപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ ഇപ്പോൾ ട്രെയിൻ കണ്ടപ്പോൾ എടുക്കാൻ വണ്ടി വന്നു. അപ്പോൾ കാണാമല്ലോ ഉള്ളേ. ആ അതാ വന്നോട്ടാ, അതാ പോണേ. ഇതാണ് ട്രെയിൻ കണ്ടപ്പോൾ അതാ മണ്ടോ നിങ്ങൾ. ആദ്യമായിട്ട് ട്രെയിൻ കണ്ടതിൻ്റെ പൊലിവാണ് പാവം. കണ്ടില്ലേ? എല്ലാം ഓടണത്. ട്രെയിനിലാണെങ്കിൽ അമ്പം തിരക്കാട്ടോ. നിങ്ങൾ കയറാൻ നല്ല ആൾക്കാരാണ്, നല്ല തിരക്കിലാണ് നിൽക്കുന്നത് ട്രെയിനിൽ. നമ്മളങ്ങനെ കോഴിക്കോട് വന്നിറങ്ങി. തിരക്കൊക്കെ കുത്തി കഴിഞ്ഞ് എല്ലാത്തേയും തിരക്കായിരുന്നു. നിങ്ങൾ ഇറങ്ങുമ്പോഴും തിരക്കാണ്, എല്ലാ തിരക്ക് നല്ല തിരക്ക്. അപ്പോൾ അങ്ങനെ കോഴിക്കോട് വന്ന് ഇറങ്ങി. എന്തായാലും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ കോഴിക്കോട് ഒരു ഹോട്ടലിൽ ചെന്ന് ഇറങ്ങിയിട്ട് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കുറച്ചൊന്നും പോയൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ബിരിയാണി തന്നെ കഴിച്ച്. ബിരിയാണി തന്നെ ആക്കി. കോഴിക്കോട് ബിരിയാണി ആയിക്കോട്ടെ വെച്ചിട്ട് കുട്ടികളൊക്കെ ബിരിയാണി മതിയായിരുന്നു. നാടൻ ചോറ് അവിടെ ഇല്ലാതാണ്. കയറിയ ഹോട്ടലിൽ നാടൻ ചോറ് കഴിഞ്ഞു എന്നും പറഞ്ഞപ്പോൾ അങ്ങനെ ബിരിയാണി ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ അതാണ് കഴിഞ്ഞിട്ട് പുറത്ത് കുറേ പെണ്ണുങ്ങൾ കോഴിക്കോട് അങ്ങാടി അങ്ങമാരെ കാണുന്നു. മുട്ടായിത്തെരുവ് എന്തോ തിരക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഇതിൻ്റെ ഒരു കടക്കാരനെ കൂടിയിട്ടേ അപ്പോൾ പരസ്യത്തിൽ ഇങ്ങനെ ആളുകൾ വിളിച്ചിട്ട് അപ്പോൾ ഞാനും അവൻ്റെ പിന്നാലെ കൂടിക്കാണ്. കണ്ടോ കേട്ടോക്കി അല്ല വിറ്റായി. എന്തായാലും കുറച്ച് ഉടനെ പോയിട്ട് പിന്നെയും കണ്ടോ നമുക്ക് മതിയായിട്ടില്ല. പിന്നെയും ഞാൻ കൂടി കണ്ടു. അപ്പോൾ പിന്നെ അത് അവിടെ കഴിഞ്ഞ് അങ്ങനെ അവസാനിപ്പിച്ച് അതൊക്കെ അങ്ങോട്ട് പോകുന്നു. കുട്ടികൾ മതിയായിരുന്നു. ഇപ്പോൾ പോരാണ്ട് കുട്ടികളിങ്ങനെ വലിച്ചോണ്ട് പാക്കുക. ആ കോലക്കടി ഇല്ലായിരുന്നു. കുട്ടികളിങ്ങനെ കെട്ടിക്കൊണ്ടുപോകാം. അതുകൊണ്ട് ഞങ്ങൾ എന്തോ കോഴിക്കോട് അങ്ങാടിയിൽ തിരക്കുണ്ട്. നല്ല കച്ചവടം നടക്കുന്നുണ്ട്. എന്താ അവിടുത്തെ കച്ചവടം എന്ന് പറയുന്നത്? ഇല്ലാത്ത ജാതി കച്ചവടം. ആൾക്കാരിങ്ങനെ വരണു പോണു. നമ്മൾ മിഠായി തെരുവിൽ കച്ചവടം കേട്ടിക്കൊണ്ടെന്നല്ലാതെ നമ്മൾ തന്നെ മുട്ടായി തെരുവ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ടി വിയിലൊക്കെ വാർത്തയിൽ ഇങ്ങനെ കേൾക്കുന്നില്ലാണ്ട്. വേണമെങ്കിൽ കണ്ടോളി മക്കളെ. മുട്ടായി തെരുവ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളി. ഇതാണ് നമ്മളെ കോഴിക്കോട് മിഠായി തെരുവ്. ജനം ഇങ്ങനെ വന്ന് നിറയണു. ഉണ്ടോ? ആൾക്കാർ കുറേ പട്ടാമ്പി ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ കുറേ അങ്ങോട്ടും പോണു, കുറേ ഇങ്ങോട്ടും വരുന്നു. ഫാമിലി ആയിട്ടും പ്രേമിച്ചവരായിട്ടും ലൈനായിട്ടും ലൈൻ അടിച്ചിട്ടും അങ്ങനെ വരുന്നു ഓരോരുത്തർ. അങ്ങനെ നടക്കണുണ്ടോ? ഇത് നമ്മളാട്ടോ കോഴിക്കോട് അങ്ങാടി കൂടെ അങ്ങനെ നടക്കാൻ ആൾക്കാരൊക്കെ നടക്കാൻ നല്ല രസമല്ലേ? അങ്ങനെ കച്ചവടക്കാർ വരിക എന്നത് അങ്ങനെ. പിന്നെ അവിടെ CR7 ബോർഡ് കണ്ടില്ലേ? ഇതൊരു കടയുടെയാണ്. അതങ്ങനെ പോകുമ്പോഴേ എന്തുണ്ടോ ആൾക്കാരിങ്ങനെ പോകുന്നത് നോക്കി എന്തോന്ന് തിരക്കുന്നവർ ഒരു രക്ഷയില്ല കേട്ടോ. കോഴിക്കോട് അങ്ങാടിത്തെ തിരക്ക് മക്കളെ. ഞാൻ ഇതുവരെ അങ്ങാടി പോയിട്ട് ഇങ്ങനെ തിരക്ക് കണ്ടിട്ടില്ല. കോഴിക്കോട് അങ്ങാടിയാണ് വല്ലാത്ത ജാതി തിരക്കണ്ട. ആൾക്കാരാണ് വന്നിട്ടേ എന്ത് പേടിക്കാനോ ആൾക്കാർ ഇതൊക്കെ പാടങ്ങനെ തിരക്കി വെച്ചാൽ. അപ്പോൾ ഈ പറഞ്ഞ കുറേ ആൾക്കാർ കാണാൻ വരുന്നുണ്ടാവല്ലോ അല്ലേ? കാണാൻ വരുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ പോയമാരിങ്ങനെ കാണാനൊക്കെ ഇതൊരു രസമല്ലേ? കുട്ടികളെ കൂട്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ പ്ലെയിലൊക്കെ ഒരു ഒഴിവിലൊക്കെ പോവുകയാണെങ്കിൽ കോഴിക്കോടൊക്കെ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളുണ്ട്. ഞങ്ങളും പോയിക്കോളും ഞങ്ങളും കണ്ടുക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, കമൻറ്റും ചെയ്യുക. വീഡിയോ എല്ലാവരും പരമാവധി ഇങ്ങനെ കണ്ട് നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉണ്ടോ? പക്ഷേ ശരിക്കും സെയിലിനൊക്കെ ഡ്രസ്സ് വേണം പറഞ്ഞാൽ ഡ്രസ്സ് കയറി നോക്കുക. നിങ്ങളൊക്കെ സപ്പോർട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് മുന്നേറി പോവാം.
നമ്മളിപ്പോൾ ഈ ചില്ലറ വീഡിയോ ഒക്കെ തന്നെ ഉള്ളൂ, സംഗതി ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് വെയ്ക്കുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് എന്ത് ചെയ്യുക, പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. നമ്മൾ പോണ വൈക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ഇങ്ങനെ പരമാവധി സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഇങ്ങനെ ലൈക്കും ഷെയറും അടിക്കുക. എല്ലാ വീഡിയോക്കും ലൈക്കും ഷെയറൊക്കെ കമൻ്റൊക്കെ അടിക്കുക. ഇതൊക്കെ ഒരു മറ്റുള്ളവർക്ക് ഒരു നല്ലൊരു കാര്യമല്ലേ, നമ്മളൊരു ഉപകാരം ചെയ്യില്ല ഒരു പിന്നെ നമ്മളെ കൊണ്ട് കഴിയണമാർക്ക് നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ സഹായിച്ച് അപ്പോൾ മറ്റുള്ളവരിങ്ങനെ ഉയർച്ചയിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ അതിൽ നമ്മളിങ്ങനെ സന്തോഷിക്കുക ഉണ്ടോ. അപ്പോൾ കോഴിക്കോട് അങ്ങാടി കൂടെ ആൾക്കാരിങ്ങനെ പോകുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു പൊലിവല്ല എന്നമാർക്ക് തന്നെ ഒരാൾ വീഡിയോ ഇടുമ്പോൾ അത് നമ്മളിങ്ങനെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റൊക്കെ ചെയ്യും. എന്തൊരു രസമല്ലേ. എല്ലാത്ത മതി നിങ്ങൾ കോഴിക്കോട് അങ്ങാടി ആൾക്കാരിങ്ങനെ വരുന്നു, ഇതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ കാണിച്ചു തരില്ലേ. ഇതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒക്കെ ഒരു പൊലിവുണ്ടാവില്ലേ. അപ്പോൾ അതുതന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ മെയിനേ കണ്ടോ. അങ്ങനെയൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങളിങ്ങനെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ എന്ത് ചെയ്യും, അതിനങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരും. കണ്ടില്ല നിങ്ങൾ ആൾക്കാരിങ്ങനെ വന്ന് തകൃതിയായിട്ട് ഇങ്ങനെ വരുന്നു. എല്ലാ കടയുടെ മുമ്പിലും കണ്ടില്ല നിങ്ങൾ, എല്ലാ കടയുടെ മുമ്പിലും തിരക്കാം. അപ്പം അതിൻ്റെ ഇടയിൽ കൂട്ടിലൊന്നും കാണാതായി ചെറുത് സെഹ്റാനെ അതിനെങ്ങനെ തിരഞ്ഞെടുക്കുകയാണ് കൂടെ. നേരൊക്കെ തിരഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് അവസാനം കണ്ടു കിട്ടിട്ടോ എവിടേക്കാ പോയിന്നൊന്നും കാണാനില്ല. അപ്പോൾ ആൾക്കാരിങ്ങനെ വരികയാണേ. ഇതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെ പോയാൽ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല പാടാ മക്കളെ. കുട്ടികളും മക്കളൊക്കെ നമ്മൾ നല്ലോണം സൂക്ഷിക്കുന്ന വേണം. തിരക്കിൽ കൈവിട്ട് പോയി വന്ന് കിട്ടണമെങ്കിൽ നല്ല പണിയാണ്, തിരഞ്ഞ് പിടിക്കണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വേറൊരു കുട്ടീൻ്റെ കടയിൽ കയറിക്കുന്നു ഇങ്ങനെ വിളിക്കും. അപ്പോൾ അതിൻ്റെ അച്ഛനെയോ അമ്മനെയോ വിട്ടുപോയിക്കുക അതിന് കാണാനില്ലാറുണ്ട്. അപ്പോൾ എങ്ങനെ ഈ തിരക്കിൽ അവരിങ്ങനെ ഓരോന്ന് നമ്മൾ ശ്രദ്ധിച്ച് പോകുമ്പോൾ കുട്ടികൾ കൈവിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം തിരക്കിലൊക്കെ പോകണവരൊക്കെ. കോഴിക്കോട് അങ്ങാടി പോകണവരൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോളൂ. നമ്മളെ മക്കളൊക്കെ നമ്മൾ തന്നെ നോക്കണം. നമ്മളൊക്കെ എന്തെങ്കിലും കണ്ട് ശ്രദ്ധിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മക്കൾ കൈവിട്ട് പോകും. കാരണം അത്രയും തിരക്കാണ്. അപ്പോൾ നമ്മൾ തിരക്കിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വിളിക്കേണ്ടി വരും. ആദ്യം തിരക്കാണ് അവിടെ. അപ്പോൾ തിരക്കിൽ എന്ത് ചെയ്യുക, പോണവർ കുട്ടികളെ നമ്മളെ പരമാവധി കൈവിടാതെ നിൽക്കുക. അപ്പോൾ എല്ലാം കൊണ്ടുപോകണം ഇങ്ങനെയൊക്കെ പോകുമ്പോഴേ. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ തിരക്കിയിട്ട് പിന്നെ കുട്ടികളെ കാണാനില്ലാതെ അങ്ങനെ നൊരളിക്കല്ലാതെ ഒരു പാകം ഉണ്ടാവില്ല. കണ്ടോ എന്താണ് കോഴിക്കോട് അങ്ങാടി ആൾക്കാർ എത്ര വെച്ചിട്ട് ഞങ്ങൾ ഈ ഇങ്ങനെ നടന്നിട്ട് ഒരു തലക്കുന്ന ഒരു തല വരെ ഇങ്ങനെ നടന്ന് എല്ലാം കണ്ട് അവസാനം വരെ എത്തി. എന്തായിരുന്നു ഇതിൻ്റെ എന്താണ് സംഗതി എന്ന് അറിയണ്ടേ. നമ്മളിപ്പോൾ ആദ്യമായിട്ട് കാണുമല്ലേ കോഴിക്കോട് അങ്ങാടി, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. മുട്ടായി തെരുവ് വിട്ടെ കോഴിക്കോട്ടൊക്കെ പോയിക്കണം, വിമാനത്താവളത്തേക്കൊക്കെ പോയിക്കണമെന്നല്ലാതെ എയർപോർട്ടിലൊക്കെ പോയിക്കണം. മുട്ടായി തെരുവൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളിപ്പം ഇങ്ങനെ നടന്ന് വരുന്നുണ്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അപ്പുറത്തേക്ക് ബീച്ചിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ അപ്പോൾ അവിടെ റെയിൽവേ അടവാ ഗേറ്റ് അടവാ ഒന്ന് ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ അതിനടച്ച് അതോ പോകണം ട്രെയിൻ. കോഴിക്കോട്ട് കൂടെ ട്രെയിൻ കാണാതെ പിന്നെ പോകണത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് നോക്കിയാണ്. ഇതൊക്കെ ഒന്നും ഇപ്പോൾ അല്ലോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കടപ്പുറത്തെത്തി എല്ലാവരും ഓരോ ഐസ്ക്രീമും കഴിച്ചിരിക്കുക. എപ്പോഴൊക്കെ ഐസ്ക്രീം കഴിക്കണുണ്ടോ. അവിടെ പോയപ്പോൾ അവിടെയും തിരക്കാം ഉണ്ടോ. എന്തോ തിരക്ക് നോക്കി നിങ്ങൾ. ആൾക്കാരിങ്ങനെ എന്താ പൈസ മൂന്ന് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് കരഞ്ഞ് ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോൾ ബീച്ചിൽ പോയപ്പോൾ ബീച്ചിലും തിരക്കാണ്. അങ്ങനെ അത് ഞായറാഴ്ച അല്ലേ, അപ്പോൾ നല്ല തിരക്കുണ്ടാവും. എല്ലാവരും ഇങ്ങനെ കറങ്ങും. അപ്പോൾ കടലിൽ കണ്ടില്ല നിങ്ങൾ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ നിൽക്കുകയാണ്. ബീച്ചിൽ ഇങ്ങനെ കളിക്കണ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ കോഴിക്കോട് ഇതല്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ തോന്നുക. അതിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഇങ്ങനെ സ്കിപ്പ് ചെയ്യാതെ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് അതിനുള്ള കാര്യം ഉണ്ടാവും. ഫുള്ളായിട്ട് ഇങ്ങനെ ഇരുന്ന് കാണുക. എന്താണ് ആകാശം ചുംബിക്കുന്ന ബിൽഡിങ് കണ്ടില്ല നിങ്ങൾ. സൂര്യൻ ഇങ്ങനെ മറഞ്ഞു പോവുക, കടൽക്കിൻ്റെ അടിക്ക് ഇങ്ങനെ മറയാണ്. നമ്മൾ ഞാൻ കടലിൻ്റെ അടിക്കാൻ മറയണമെന്ന്, എവിടേക്കാണ് മറയുന്നത് നമുക്കറിയില്ല കേട്ടോ. കണ്ടോ എന്തൊരു ചേല അല്ലത് ഇങ്ങനെ കാണാൻ. കടൽ കൂടെ ഇങ്ങനെ തോണി വരുന്നുണ്ട്, നല്ല തിരമാലി അടിക്കുന്നുണ്ട്. കടൽക്കാൻ ആരും ഇറങ്ങുന്നില്ല, കുട്ടികളൊക്കെ ഇങ്ങനെ കയറി കളിച്ചു എന്നല്ലാണ്ട് നമ്മളൊന്നും കടൽക്ക് ഇറങ്ങാൻ പോയിട്ടില്ല. നമ്മളൊറ്റൊക്കെ പിന്നെ തിരുവനന്തപുരമൊക്കെ പോയാൽ കടൽക്ക് ഇറങ്ങാൻ നല്ല രസമാണ്. അതിനിടയിൽ നമ്മളിങ്ങനെ നമ്മളൊരു ഇത് കണ്ടോ പി 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 അടിക്കാൻ കണ്ടോ. നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ വയ്ക്കുള്ളൂ. അപ്പോൾ ആ വീഡിയോകൾ പാവല്ലേ കുഞ്ഞാൻ, അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചില്ല. എല്ലാവരും എന്ത് ചെയ്യുക, പരമാവധി ലൈക്കും ഷെയറും